ജാതിയുടെയും മതത്തിന്റെയും പേര് കൊല്ലുമ്പോഴാണ് ഇത് ഏത് തരത്തിലുള്ള വിഷമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എന്തെങ്കിലും കറങ്ങി തിരിഞ്ഞ് നമുക്ക് തിരിച്ചു കിട്ടും. അതിൽ ഈ മതത്തിന്റെ യാതൊരു വ്യത്യാസവും ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് അമ്പലത്തിൽ പോകുന്നതാണ് സമാധാനം അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ ഏത് അമ്പലത്തിൽ വേണമെങ്കിലും പോവാം. പക്ഷേ അതെ നമ്മള് എപ്പോഴും ഈ വാദോരാതെ പ്രസംഗിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, എല്ലാത്തിന്റെ അടിസ്ഥാനം സ്നേഹമാണ്, മനുഷ്യനായി കാണുക, അതില് ജാതിയോ മതവോ അവരുടെ ഒരു മറ്റ് ജെൻഡർ ഇങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നും കാണണ്ട, എല്ലാവരും മനുഷ്യരായി മാത്രം കാണുക. ഇങ്ങനെ മനുഷ്യരായി മാത്രം കാണുക എന്ന് പറയുന്ന ആൾക്കാരുടെയൊക്കെ വീടുകളില് ഇപ്പോ മകനോ അന്യജാതിയിൽ അല്ലെങ്കിൽ അന്യമതത്തിലുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് സ്വയം സ്വീകരിക്കാൻ നേരം എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്തരം ദുരഭിമാനങ്ങൾ പൊങ്ങി വരുന്നത്? ചില ആളുകൾക്ക് ഈ ജാതി മതമൊക്കെയാണ്, അവരിപ്പോഴും ജാതി മതം അതിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. ഇപ്പൊ എന്റെ ജാതി, ഞാൻ ഒരാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്റെ മകൾ ഒരാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്റെ മതത്തിലുള്ള ആളെ തന്നെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ നാണക്കേടാണ്, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവും. നാണക്കേടിന്റെ അപ്പുറത്തേക്ക് ഇവരുടെ മക്കളുടെ ഒക്കെ കല്യാണത്തിന് രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പോ അവരുടേതായിട്ടുള്ള ജാതിയിൽപ്പെട്ട മാട്രിമോണിയിലായിരിക്കും. M4 മാരിഡ് അല്ലെങ്കിൽ ആ ഒരു മാട്രിമോണി കോമൺ അതിലൊന്നും അല്ല. മാട്രിമോണി തന്നെ മതമായിട്ട് ഇത്രയും ഒരു മതപരമായിട്ടുള്ള മാട്രിമോണി തിരിയുന്നതൊക്കെ ഈ അടുത്ത കാലത്താണ് കാണുന്നത്. ആദ്യ സമയത്ത് ഈ പത്രപരസ്യങ്ങളെ പറ്റി നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഈ പത്രങ്ങളിൽ വരുമ്പോഴായിരിക്കും ഈ വിവാഹ പരസ്യങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. അതിനുശേഷം അത് ആപ്പായിട്ട് മാറി, ഒരു ആപ്പ് ഓൾറെഡി വന്നു. അതിനുശേഷം ഈ ജാതി തിരിച്ചിട്ടുള്ള ഒരു മാട്രിമോണി രീതി, അതിനുശേഷം ഓരോ മതത്തിന് മാട്രിമോണിയായി, മതം പിന്നെ ജാതിക്കായി, ജാതിയിൽ തന്നെ വീണ്ടും ഡിഫറൻസിയേഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ജാതിയിൽ തന്നെ എന്തൊക്കെയോ കുറെ അധികം ഡിഫറൻസിയേഷൻ. അപ്പൊ ഇത്തരത്തില് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഓരോ അഡ്വർടൈസ്മെന്റ് കാണുമ്പോഴും നമ്മൾ വിചാരിക്കും ഈ ജാതി മതമൊക്കെ എത്ര തീവ്രമായിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്നിട്ട് ഇവരൊക്കെ പറയും ഒരു ജാതിയാണ്, ഒരു മതമാണ്, നമുക്കതൊന്നും ഒരു വ്യത്യാസവും ഇല്ല. പറയുന്നവർ തന്നെ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അവരുടെ വീടുകളിലൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഏറ്റവും കൂടുതൽ ഇനി അവരെക്കാളും ഒരു താഴ്ന്ന ജാതി പോയ വീടുകളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഫുഡ് കഴിക്കാത്ത ആൾക്കാരുണ്ട്. എനിക്ക് അങ്ങനെ ആ ഒരു രീതി ഉണ്ട്. ഇപ്പോ നമ്മളിപ്പോ ഒരു റെസിഡൻഷ്യൽ ഏരിയ താമസിക്കുകയാണ്. ആ റെസിഡൻഷ്യൽ ഏരിയയിൽ താമസിക്കുമ്പോൾ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ഈ അയൽവക്ക ബന്ധങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസ്വരസ്യം കൊണ്ട് മുന്നോട്ട് പോകാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ഒരു ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവരൊക്കെ വീടുകളിൽ പോകും. പക്ഷെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയും ഇവര് ചിലപ്പോൾ ഫുഡൊന്നും കഴിക്കൂല. ഇവര് കുറെ എക്സ്ക്യൂസ് പറയും, നമ്മൾ ഓൾറെഡി ഒരു ഫംഗ്ഷന് പോയിട്ട് വന്നു, നമ്മൾ കഴിച്ചിട്ടാ വന്നത്, ഇങ്ങനെ കുറെ എക്സ്ക്യൂസസ് പറയും. കാരണം അവിടുത്തെ ഒരു വെള്ളം പോലും വാങ്ങി കുടിക്കൂലായിരിക്കും. തീവ്രമായിട്ടുള്ള ജാതി മത ആ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടായിരിക്കും ശരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അത് പുറത്തേക്ക് നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇത്തരത്തിലുള്ള ജാതി മതം ഇതൊക്കെ ഒരു നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് അല്ലെങ്കിൽ നമുക്കൊരു ഉയർന്ന പൊസിഷനിലേക്ക് മാറുമ്പോൾ ഇതൊക്കെ ഇല്ലാണ്ടായി പോകുന്നു. പക്ഷെ അങ്ങനെ ഇല്ലാണ്ടായി പോകില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അതിനൊരു ഉദാഹരണമായിരുന്നു ഈ അടുത്ത സമയത്ത്. എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും ഒരു IAS ഓഫീസേഴ്സ് ആണ്. IAS ഓഫീസേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്, കാരണം അവരുടേതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിനകത്തിൽ തന്നെ നിങ്ങൾ എന്താണ് ഇത്ര കറുത്തു പോയത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇത്ര ഭർത്താവ് നല്ല വെളുത്തിട്ടാണല്ലോ, ആ ഒരു രീതിയിൽ അത്തരം സംസാരങ്ങളില്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസമോ മറ്റു യോഗ്യതകളോ ഒന്നും ഇതിന് ബാധകമല്ല. നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ടെയില് മാതിരി ഈ ഒരു സാധനം ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും പീക്കായിട്ടുള്ള കാര്യമാണ് ദുരഭിമാന കൊലകൾ. നമ്മുടെ ഇവിടെ എത്ര ദുരഭിമാന കൊലകളാണ് നടന്നിട്ടുള്ളത്. കാരണം അതില് അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ദുരഭിമാന കൊലകൾ കൂടുതൽ ചെയ്യുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. ഒന്നെങ്കിൽ ഇപ്പോ ഒരു പെൺകുട്ടി സ്നേഹിക്കുന്ന ആളെ ഒരു കാര്യം നടക്കുന്നില്ല എന്ന് വെച്ചാൽ അയാളെ കൊല്ലുക, അല്ലെങ്കിൽ മോളെ കൊല്ലുക. അതെ, എങ്ങനെ സ്വന്തം മക്കളെ കൊല്ലാൻ തോന്നുന്നത്? ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ മനുഷ്യന്മാരെ കണ്ടുപിടിച്ചതിലും വെച്ച് ഏറ്റവും മോശപ്പെട്ടൊരു കാര്യമാണ് ഈ മതം, ഈ ജാതി എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം മനുഷ്യന്മാർ തന്നെയാണ് കണ്ടുപിടിച്ചത്. അപ്പം നമ്മളൊരാൾ ജനിച്ചു കഴിയുമ്പോൾ എന്റെ മോളെ ക്രിസ്ത്യാനിക്ക് വളർത്താം, എല്ലാ വേദങ്ങളിലും ഇതെല്ലാം ഒന്നാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എല്ലാവരെയും മനുഷ്യരായിട്ട് കാണുന്നു പറയും, പക്ഷെ അവരുടെ മനസ്സിന്റെ ഉള്ളില് ജാതി മതം. നമ്മൾ ഈ ഇത്രയും പീരീഡ് ഓഫ് ടൈമില് വളർത്തി വലുതാക്കിയ സ്വന്തം മകളെ, അല്ലെങ്കിൽ ഇപ്പൊ അവർ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ട്ണറിനെ വിട്ടു നുറുക്കി ഈ കായലിലൊക്കെ തള്ളുന്ന കാഴ്ചയൊക്കെ സ്വന്തം മകള് കണ്ടു കഴിഞ്ഞാല് ഇപ്പൊ സ്വന്തം മകളെ കൊല്ലാൻ പറ്റാത്ത ആൾക്കാരായിരിക്കുമല്ലോ പാർട്ട്ണറിനെ കൊല്ലുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ മകൾ എന്താ സന്തോഷത്തോടെ ജീവിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അവര് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്ന ഒരാള് അവരുടെ മോക്ക് ഓക്കെ ആയിരിക്കും എന്തെങ്കിലും ഉറപ്പുണ്ടോ?
ഇപ്പൊ സെയിം കാസ്റ്റ് ആണെങ്കിൽ തന്നെ ഒരിക്കലും അല്ല ഇല്ല. അത് പ്രശ്നമില്ല, അവരെ സംബന്ധിച്ച് അത് സെയിം കാസ്റ്റ് ആണല്ലോ, അവരുടെ കാസ്റ്റിൽ തന്നെ പെടുന്നതാണ്, അവരുടെ റിലീജിയനിൽ തന്നെ പെടുന്നതാണ്, അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. പല ഇങ്ങനത്തെ ദുരഭിമാന കൊലകളിൽ ചെയ്തിട്ടുള്ള ഈ പ്രതികളുണ്ടല്ലോ, ഇവരുടെയൊക്കെ മുഖഭാവമൊക്കെ ശ്രദ്ധിച്ച് നമുക്കറിയാം, കുറ്റബോധം എന്ന് പറയുന്നൊരു കാര്യം ഒരു സാധനം ഉണ്ടാവില്ല മുഖത്ത്. ഭയങ്കര അഭിമാനമാണ് അവരുടെ മുഖത്ത്. ഇനിയിപ്പോ അവരുടെ മകളെ കൊന്നിട്ടാണെങ്കിലും ശരി, ഈ ആ കാമുകനെയാണെങ്കിൽ അല്ലെങ്കിൽ ആ കല്യാണം കഴിച്ച വ്യക്തിനെ, അങ്ങനെയൊന്നുമില്ല, സ്വന്തം മകളെ കൊന്നെങ്കിൽ പോലും ഇവരുടെ മുഖത്ത് ഭയങ്കര അഭിമാനമാണ്. എന്നുവെച്ചാൽ മതം ജയിച്ചു അവിടെ. തീവ്രമായ മതത്തിനെ വിശ്വസിക്കുന്ന ആളുകളാണ് കൂടുതൽ അങ്ങനെ ചെയ്യുന്നത്. ഈ നോർത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര കേസുകളാണെന്നറിയോ, ചുട്ടരിച്ച് കൊല്ലുകയാണ്. ഒന്ന് അല്ലെങ്കിൽ വിഷം ആഹാരത്തിൽ നൽകി കൊല്ലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, പെട്രോൾ അടിച്ച് ചുട്ടരിച്ച് കൊല്ലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ തലക്കടിച്ചു കൊല്ലുന്ന, അല്ലെങ്കിൽ വെട്ടി നുറുക്കി കുഴിച്ചു മൂടുന്ന രീതി, എത്ര കേസുകളാണെന്നറിയോ ഈ ദുരഭിമാന കൊലകളുടെ രീതിയിലേക്ക് ഇവിടെ വരുന്നത്. ഇതിന് സ്വന്തം മക്കളെ കൊല്ലുന്ന ഇങ്ങനെയാണ് ഒരു അച്ഛനമ്മയ്ക്ക് സാധിക്കുന്നത്. അവർക്ക് സ്വന്തം മക്കളെക്കാട്ടി വലുതാണോ ഈ ജാതി മതം? ഇത്രയും വർഷം നമ്മള് അമ്മയാണെങ്കിൽ അമ്മ 10 മാസം കൊണ്ട് നടന്ന് ഡെലിവറി ആയി, കുഞ്ഞുനാൾ പോലെ പൊന്നുപോലെ നോക്കി സ്കൂളിൽ വിട്ടു, പഠിപ്പിച്ചു, വലുതാക്കി ഒരു നിലയിൽ കൊണ്ട് എത്തിച്ചിട്ട് വേറൊരു മതത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു കല്യാണത്തിന്റെ കാര്യം ആകുമ്പോഴത്തേക്കും മോളെ കൊന്നു കളയുക. അതെങ്ങനെ പറ്റുന്നുള്ളതാണ്. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവര് എന്റെ മോള് പാവമായിരുന്നു, അല്ലെങ്കിൽ ആലോചിക്കും എന്റെ മോള് പാവമായിരുന്നു, പക്ഷെ അവളെ ചെയ്തൊരു തെറ്റായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു പേടി ഇല്ലെങ്കിൽ ഒരു കുറ്റബോധം ഇല്ലാതെ ഭയങ്കര കാമായിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. എന്തേലും അതതില് ഒരു കുറ്റം എന്താ ഇതില് പറയാന്നുള്ളതാണ്. ചില സന്ദർഭങ്ങളിലുണ്ടല്ലോ, ചില ആൾക്കാർ നേരത്തെ പറഞ്ഞ പോലെ ഇവര് തോരാതെ കവല പ്രസംഗങ്ങളൊന്നും നടത്തും, ജാതിയില്ല മതമില്ല എല്ലാം നമുക്ക് ഒന്നാണ് ഇങ്ങനെ കാണിക്കും. ഒന്നാമത്തെ കാര്യം എന്താ പറയാ, ദൈവങ്ങളെയും നമ്മൾ തന്നെയാണ് കണ്ടുപിടിച്ചെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ അമ്പലത്തിൽ പോവും, പള്ളിയിൽ പോവും, പള്ളിയിൽ പോയിരിക്കും, എല്ലായിടത്തും പോവും. അപ്പം എനിക്ക് എല്ലായിടത്തും പോകുമ്പോ എനിക്കൊരു സമാധാനം, അതെ, നമുക്ക് സമാധാനം കിട്ടുന്ന എവിടെയാണോ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ ഈ മതത്തിന്റെ യാതൊരു വ്യത്യാസവും ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് അമ്പലത്തിൽ പോകുന്നതാണ് സമാധാനം അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ ഏത് അമ്പലത്തിൽ വേണമെങ്കിലും പോവാം. അമ്പലങ്ങൾക്ക് തന്നെ ഇപ്പോ നമ്മൾ ഇടയ്ക്ക് അറിയും, അമ്പലങ്ങളിൽ തന്നെ ഡിഫറൻസിയേഷൻ കൊടുക്കും. ഒരു സമയത്ത് ശിവക്ഷേത്രവും അല്ലെങ്കിൽ വൈഷ്ണവ ക്ഷേത്രവും തമ്മിൽ ഭയങ്കര ഈ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ശിവനാണ് വലുത് അല്ലെങ്കിൽ വിഷ്ണു ആണ് വലുതെന്ന രീതിയിൽ അടി ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ എവിടെയാണോ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് അവിടേക്ക് പോകാന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ അതിൽ മതപരിവർത്തനം ഒന്നും നടത്തുന്നൊന്നുമില്ല. അല്ലെങ്കിൽ അതിനെ നമുക്ക് അവകാശമുള്ള ഒരു രാജ്യമാണ്. ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും നമുക്ക് അവകാശമുണ്ട്. പിന്നെ ഈ 18 വയസ്സിന് മുകളിലോട്ടുള്ള ഒരു വ്യക്തിക്ക് സ്വന്തം ജീവിതം തെരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശമുണ്ട്. ആ അവകാശത്തെ മുറിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ദുരഭിമാന കൊലകളൊക്കെ കൂടുതലായിട്ട് നടത്തുന്നത്. അത് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, എക്സ്ട്രീം ലെവലായിരിക്കും ഈ സാധനം. ഉറപ്പായിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ എന്റെ മകൾ ഇല്ലെങ്കിൽ എന്റെ മരുമകൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സമാധാനമാണ്. അവര് വിചാരിക്കും സമാധാനം കിട്ടുകയായിരിക്കും, കാരണം അവർക്ക് അപ്പൊ കിട്ടും. പക്ഷെ ഏറ്റവും വലിയ പാപമാണ് അത്. അപ്പൊ ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മള് എന്ത് ചെയ്താലും നമുക്കത് എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നമുക്ക് തിരിച്ച് അതിന്റെ ഒരു അടി നമുക്ക് കിട്ടിയിരിക്കും. നമ്മുടെ കേരളത്തിൽ തന്നെ കുറേയധികം ദുരഭിമാന കൊലകൾ നടന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ഈ തമിഴ്നാട് എന്നുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടിയുടെ ഭയങ്കര എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഈ മനോരമേന്റെ ആണെങ്കിലൊക്കെ സ്പെഷ്യൽ സ്റ്റോറീസ് എടുത്തിട്ടുണ്ടല്ലോ, ഇതേപോലെ ഈ കഥ വരും. കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് അച്ഛൻ അല്ലെങ്കിൽ അമ്മാവന്മാരൊക്കെ വന്നിട്ട് ഈ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ പെൺകുട്ടി പിന്നെ അച്ഛനോ അമ്മാവനോ അല്ലെങ്കിൽ അവർക്കെതിരെ കേസിന് പോകുന്നതൊക്കെ നമ്മൾ അത് ഇവിടെ കണ്ടിട്ടുണ്ട്. അത് അവരുടെ മുൻപിൽ വെച്ച് കേരളത്തിൽ നടന്നുകൊണ്ട് ആ ഒരു കേസിനെ പറ്റി പറയുന്നു. അല്ലാത്ത ദുരഭിമാന കൊലകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിക്കൊണ്ട് പോയിട്ട് കൊന്നാ നമ്മൾ കേസ് കേട്ടിട്ടുണ്ട്. നമുക്കൊക്കെ ഒരാളെ കൊല്ലുന്നതിനെ പറ്റി ചിന്തിക്കാൻ തന്നെ പറ്റുന്നില്ല. ജാതിയുടെയും മതത്തിന്റെയും പേര് കൊല്ലുമ്പോഴാണ് ഇത് ഏത് തരത്തിലുള്ള വിഷമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇത്തരം വിഷജീവികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നും ഇവരുടെ ബ്ലഡിൽ ഇങ്ങനെ കൈമാറി വരുന്നതാണ്. ഇവരുടെ അച്ഛനിൽ നിന്ന് അവർക്ക് കിട്ടുന്നു, അവരുടെ അച്ഛനിൽ നിന്ന് കിട്ടുന്നു. ആ ഒരു രീതിയിൽ സ്വയമായിട്ട് നന്നാവാൻ ശ്രമിക്കുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോ അല്ല, സ്വന്തമായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കില്ല. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ കിട്ടാനാ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ നമ്മൾ ഒരാളെ കൊന്നിട്ടോ അല്ലെങ്കിൽ ഒരാളെ ആക്രമിച്ചിട്ട് നമുക്ക് ഒന്നും കിട്ടൂല.
അല്ലെ അവരുടെ മതത്തിൽ അങ്ങനെ പറയുന്നുണ്ടോ എന്നാണ് എനിക്ക് വിശ്വാസം. ഏതെങ്കിലും മതത്തില് പറയുന്നുണ്ടോ? ഖുറാനിലോ ബൈബിളിലോ അങ്ങനെ അല്ലെങ്കിൽ ഭഗവത്ഗീതയിലോ എന്തിനകത്തെങ്കിലും പറയുന്നുണ്ടോ ഒരാളെ കൊല്ലണമെന്നോ? എല്ലാരെ സ്നേഹിക്കുക എന്ന് മാത്രമല്ല അതിൽ പറയാറുള്ളത്. അതെ, പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്ന മതം ഏതാണോ, അല്ലെങ്കിൽ എന്റെ ജാതി എപ്പോഴും ഉയർന്നു നിൽക്കണം, എന്റെ ജാതിക്കകത്തേക്ക് താഴ്ന്ന ഇനിയൊന്നും ഉയർന്ന ആൾക്കാർ വരുമ്പോ പ്രശ്നമില്ല, പക്ഷെ താഴ്ന്ന ലെവലിലേക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. അതിപ്പോ തൊഴിലിടങ്ങളിൽ പോലും അവര് പ്രശ്നം അനുഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്നുണ്ട്, വിവാഹ ബന്ധങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അതേപോലെ ഇനി സ്കൂൾ തലങ്ങളിലേക്ക് വിദ്യാഭ്യാസ തലങ്ങളിൽ അവർ അനുഭവിക്കുന്നുണ്ട്. എപ്പോഴും ഒരു അടിച്ചമർത്തപ്പെടുക, അതിന് അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കി മാറ്റുക, ഇതൊക്കെയാണ് നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്നത്. പക്ഷെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ദുരഭിമാനം. അല്ലെങ്കിൽ പറയാനുള്ളത് ഏറ്റവും വലിയ ശിക്ഷ തന്നെ നമുക്ക് ഇതിന് കൊടുക്കേണ്ടതുണ്ട്. അല്ലാണ്ട് വെറും ഒരു ക്രൈം എന്ന രീതിയിൽ അങ്ങനെ ഒരു മാറ്റം, വെറും ഒരു കൊലപാതകം എന്ന രീതിയിൽ അതിനെ ഡിഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറ്റപ്പെടരുത്. അല്ലാണ്ട് കുറെ കൂടെ നല്ല രീതിയിൽ ഇനി ഒരാളിവിടെ ചെയ്യാൻ പറ്റരുത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ശിക്ഷയായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്.